C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്താ ശാന്തേ, ഒരു വിശേഷമുണ്ട് ശാരദാമ്മേ. ശാരദാമ്മയുടെ ഗോപാലേട്ടൻ തിരികെ വീട്ടിലെത്തി. കുറച്ചു നാളായിട്ട് ആളെ കാണാനില്ലായിരുന്നല്ലോ. ആളെ അന്വേഷിച്ച് പരക്കം വായിക്കായിരുന്നു രാജേശ്വരിയും ബാലേന്ദ്രനും ഒക്കെ. ഒടുവിലൊരു അമ്പലത്തിൽ നിന്ന് ആളെ കിട്ടിയത്. ആളവിടെ ഭജനം ഇരിക്കുമായിരുന്നു അത്രേ. പടച്ചോറ് മാത്രമായിരുന്നു ഭക്ഷണം. മോളെന്തിനാ സങ്കടപ്പെടുന്നത്? നിങ്ങളുടെയൊക്കെ ഈ അവസ്ഥയ്ക്ക് കാരണം ആ ഒറ്റ ഒരാളല്ലേ. പിന്നെ രാജേശ്വരി അയക്ക് വിഷം ചേർത്ത കഷായം കൊടുത്തെന്നൊക്കെ പുറത്തൊരു ശ്രുതിയുണ്ട്. കഷായം കുടിച്ച് വഴി കിടന്ന അയാളെ ആരോ വൈദ്യശാലയിൽ കൊണ്ടുപോയി ജീവൻ രക്ഷിച്ചത്രേ. ആൾക്ക് എന്തിന്റെ കേടാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അയാൾ റോഡിൽ കിടന്ന് ചാവണമായിരുന്നു. ശാന്തിച്ചി പോ. സാരമില്ല മോളെ, രാജേശ്വരി അയാളെ വളർത്താനൊന്നും അല്ലല്ലോ കൊണ്ടുപോയിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ കൈകൊണ്ട് തന്നെ ഗോപാലകൃഷ്ണൻ തീരുമെന്ന നാട്ടുകാര് ശാന്തിച്ചിട്ട് പോവാനാ പറഞ്ഞത്. ശാരിക മോളെ, എത്രയൊക്കെ ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എന്റെ അച്ഛൻ ആ മനുഷ്യൻ. ഈ പടിക്കൽ വന്നു നിന്ന് മേലാൽ ഇത്തരം വർത്തമാനം പറയരുത്. സോറി മോളെ, എനിക്ക് കേൾക്കണ്ട നിങ്ങളുടെ സോറി ഒന്നും. ഒന്ന് ഇറങ്ങി പോവാനാ പറഞ്ഞത്. അല്ല ഞാൻ ശാന്തേ, ശാന്ത ഇപ്പൊ പോ, നമുക്ക് നാളെ സംസാരിക്കാം. മോളെ, ഞാൻ കാരണല്ലേ അച്ഛൻ? അങ്ങനെയൊന്നും അല്ല മോളെ. ഏത് കാലത്തും അച്ഛൻ ഇവിടെ നിൽക്കാൻ പറ്റുമോ? പറഞ്ഞു വരുമ്പോ നമുക്ക് എന്താ അദ്ദേഹത്തിന് മേലുള്ള അവകാശം? എന്നാലും ഏതോ അമ്പലത്തില് പടച്ചോറിന്റെ കഴിയാന്ന് വെച്ചാ ഞാൻ അച്ഛന്റെ മനസ്സ് അത്രയും വേദനിപ്പിച്ചിട്ടുണ്ടല്ലേ അമ്മേ? അല്ല മോളെ, അച്ഛൻ അല്പം മനഃശാന്തി ആഗ്രഹിച്ചു കാണും. അല്ല, എല്ലാരും പറയുന്ന പോലെ രാജേശ്വരി അച്ഛൻ എന്തെങ്കിലും ചെയ്യും അമ്മേ? ഇല്ല മോളെ, ഇത്രയും ചെയ്ത രാജേശ്വരിക്കൊപ്പം പോകണമെങ്കിലേ അച്ഛൻ എന്തെങ്കിലും ഉറപ്പുണ്ടാവും. ഭഗവതി ഹേചിതി കണ്ഠ കുടുംബിനി ഭൂരി കുടുംബിനി ഭൂരി കൃതേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.